യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന ഇറാന്റെ ഉറച്ച നിലപാടിനു പിന്നാലെ അമേരിക്കൻ കപ്പലുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് യുഎസ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന യുഎസ് പതാക വെച്ച കപ്പലുകൾക്കാണ് ഇന്നലെ വൈകുന്നേരത്തോടെ യുഎസ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് എത്രമാത്രം അകന്ന് സഞ്ചരിക്കാമോ അത്രയും മാറി മാത്രമേ കടന്നു പോകാവൂവെന്നാണ് നിർദ്ദേശം. ഇറാൻ സൈന്യം യുഎസ് കൊടിയുള്ള വ്യാപാര കപ്പലിൽ കടന്നാൽ ബലം പ്രയോഗിച്ച് തടുക്കരുത്. ഇറാന്റെ അതിർത്തിയിൽ നിന്ന് പരമാവധി മാറി വേണം സഞ്ചരിക്കാൻ. ഹോർമൂസ് കടലിടുക്കെത്തുമ്പോൾ പരമാവധി ഒമാൻ തീരം ചേർന്ന് സഞ്ചരിക്കണമെന്നാണ് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത്. ഇറാനെതിരെ സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടെ കഴിഞ്ഞ ദിവസമാണ് ഒമാനിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചത്. അമേരിക്കൻ ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യം ഇറാനും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന ആവശ്യം അമേരിക്കയും ഉന്നയിച്ചു. എന്നാൽ ഇറാൻ ഇതിന് തയ്യാറല്ല എന്ന് അറിയിച്ചതോടെ ചർച്ച വഴിമുട്ടുകയായിരുന്നു. 1980കളിലെ ഇറാൻ ഇറാഖ് സംഘർഷകാലത്താണ് വ്യാപാര കപ്പലുകളെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ സൈന്യം ലക്ഷ്യമിടാൻ തുടങ്ങിയത്. ടാങ്ക് ഓഫ് വാർ എന്നാണ് ഈ പിടിച്ചെടുക്കലുകൾ അറിയപ്പെട്ടിരുന്നത്. യമനിലെ ഹൂതി വിമതരുടെ ഗറില്ല സംഘമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെങ്കടലിൽ യുഎസിന്റെയും സഖ്യകക്ഷികളുടെയും വ്യാപാര കപ്പലുകൾക്കെതിരെ കനത്ത ആക്രമണം നടത്തിവരുന്നത്. ഇറാനാണ് ഇവർക്ക് വേണ്ട സാമ്പത്തിക സൈനിക ആയുധ സഹായം നൽകുന്നതെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെയാണ് തങ്ങൾ പോരാടുന്നുവെന്ന വാദമാണ് ഹൂതികൾ മുന്നോട്ട് വെക്കുന്നത്. ഗാസയിൽ സമാധാനം പുലർന്ന ചെങ്കടലിൽ കൂടി സമാധാനമായി യുഎസ് ഇസ്രയേൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാമെന്നും അല്ലെങ്കിൽ മുക്കിക്കളയുമെന്നുമായിരുന്നു ഹൂതികളുടെ നിലപാട്. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന തുറപ്പുചീട്ടാണ് ഇറാൻ എടുത്തതും. അടുത്തിടെ തങ്ങളുടെ സമുദ്രാതിർത്തിയിലൂടെ പോയ യുഎസ് പതാക വെച്ച കപ്പലുകളിൽ ഇറാൻ സൈന്യം ഇരച്ചു കയറിയതിനെതിരെ അമേരിക്ക രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സമുദ്രാതിർത്തിയിൽ അതിക്രമിച്ചു കയറിയതിനാലാണ് സൈന്യം എത്തിയതെന്നായിരുന്നു ഇറാന്റെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിക്കണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എയർഫോഴ്സ് കമാൻഡർമാരുടെ വാർഷിക യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതാണ് ഇപ്പോൾ അടുത്ത ചർച്ചയായിരിക്കുന്നത്. 37 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. 1989 അദ്ദേഹം ചുമതലയേറ്റതു മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും യുഎസ് ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ചർച്ചയായത്. രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിരം പരിപാടിയുമായിരുന്നു ഇത്. ഈ വർഷം ഖമേനി ഇതിൽ പങ്കെടുത്തില്ല. പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസാവി അദ്ദേഹത്തിന് വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. ഇതിനിടെ അമേരിക്ക ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനിടെ അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന യുഎസ് വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി എന്ന വാർത്തയും പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.